ഓക്കെ ആ പോരെ. സെറ്റ്. ഓക്കെ. ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളുടെ പുതിയൊരു സ്വാഗതം. ഓക്കെ, അപ്പോൾ ഈ നഫിയാണ് ഇൻട്രോ ഒക്കെ എടുക്കുന്നത്. രണ്ടുമൂന്ന് ക്ലിപ്പിങ്സ് എടുത്തിട്ട് അപ്പോൾ ഒന്നും ശരിയായില്ല. അപ്പോൾ അതിലൊക്കെ അഫിയായിരുന്നു ഭയങ്കര ഇൻട്രോ ഒക്കെ പറച്ചിൽ. അപ്പോൾ ഞങ്ങളിന്ന് ജസ്റ്റ് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം എന്താണ് എന്താ ഫി പറ. നഫിക്ക് ചെറിയ ചുമയും പനി 2 ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു ചുമച്ച് കാണിച്ചു തരുവാണോ? ഓക്കെ. അപ്പോൾ എന്താ ഞങ്ങളിപ്പം എഴുന്നേറ്റുള്ളൂ. പിന്നെ ഇനിയിപ്പം അടുക്കളയിലേക്ക് പോകണം. ഉമ്മച്ചി അവിടെ ഉണ്ട്. ഉമ്മച്ചിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കലൊക്കെയാണ്. അത്തിശി പോകാൻ നിൽക്കുന്നുണ്ട്. രാവിലെ തന്നെ എല്ലാം കൊടുത്തു വിടുവാണെങ്കിൽ പിന്നെ ഇപ്പം അവനെ അംഗൻവാടിയിൽ വിടുന്നില്ല. അതുകൊണ്ട് അത്തിശി പോകുമ്പോഴത്തേക്കും ഇത് കൊണ്ടുപോകാമല്ലോ, ഫുഡ് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉമ്മച്ചി ഇങ്ങനെ തിരക്കിട്ട പണിയിലാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് പോകുമ്പോൾ ഉമ്മച്ചിയാണെങ്കിൽ പാവയ്ക്ക പുളിച്ചാറ് ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു ഉച്ചക്കത്തേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്തച്ചിക്ക് കൊണ്ടുപോകാനുള്ളതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ രാവിലെ തന്നെ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കി വയ്ക്കും. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഉച്ചക്കത്തേക്കുള്ള കറി ഉണ്ടാക്കാൻ തുടങ്ങുള്ളൂ. ഇതിപ്പോൾ കൊണ്ടുപോകാനുള്ളതുകൊണ്ട് നേരത്തെ തന്നെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ മഫി ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് പുട്ടും ചെറുപയറുമാണ് കേട്ടോ. അപ്പോൾ അതിന് രണ്ടിനും വേണ്ടിയിട്ടുള്ള തേങ്ങ ഉമ്മിച്ച് ചിരണ്ടി എടുക്കുന്നതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പാവയ്ക്ക് ആ ഒരു വലുപ്പത്തിൽ അരിഞ്ഞ് എണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുക് പൊട്ടിച്ചിട്ട് പാവയ്ക്കും അതുപോലെ തേങ്ങാക്കൊത്തും പിന്നെ ചെറിയുള്ളിയും കൂടി ഒന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോഴേക്കും എന്തേ തേങ്ങയൊക്കെ ചിരണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പുട്ടിനുള്ള പൊടിയാണെങ്കിലും ഉമ്മച്ചി നേരത്തെ നരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു പാവയ്ക്ക നന്നായിട്ടൊന്ന് വഴണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. അപ്പോൾ അതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഈ പുളി ഒഴിച്ച വെള്ളം ഉണ്ടല്ലോ അത് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാവയ്ക്ക കൊണ്ടുള്ള തോരൻ ഇഷ്ടമാണ്, ഇതിഷ്ടമാണ്. പിന്നെ തേങ്ങ അരച്ച് കറി വയ്ക്കുന്നതും പാവയ്ക്ക കൊണ്ടാട്ടമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് ആ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫാക്കാം കേട്ടോ. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു പുളിച്ചാറാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. അപ്പം അത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ അതെടുത്ത് മാറ്റാമല്ലോ. നന്നായിട്ട് അത് തിളയ്ക്കുന്നുണ്ട്. പിന്നെ ചെറുപയർ കറി ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മിച്ചാണെങ്കിൽ പുട്ട് ഇടാൻ തുടങ്ങി. അപ്പം ഓൾറെഡി നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടി നനച്ച് അതിലേക്ക് ഇങ്ങനെ കുക്കർ വെച്ചിട്ട് അതിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മറ്റേ വീട്ടിലായിരുന്നപ്പോഴത്തേക്കും മറ്റേ ആ ഒരു പുട്ടുകുമ്പോയില്ല അതിലാണ് പുട്ട് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്താണ് ഇട്ടിടുന്നത്. എനിക്കിതാണ് കുറച്ചുകൂടി ഇഷ്ടം മറ്റേതിനെക്കാട്ടിലും. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ അത് വെട്ടി തിളക്കുന്നുണ്ട്. പിന്നെ ഈ പുളിച്ചാറാകുമ്പോഴത്തേക്കും നമുക്കങ്ങനെ കട്ടി വേണമെന്നൊന്നും ഇല്ലല്ലോ, ചാറ് പോലെ അങ്ങനെ തന്നെ മതിയല്ലോ. അപ്പോൾ ഇതേ പുട്ടും മുച്ച് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പം അത്തച്ചിക്ക് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പണി തീർക്കും കേട്ടോ. രാവിലെ തന്നെ അതിൻ്റെ ഒരു തിരക്കിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കറി റെഡിയായിട്ട് അത് മാറ്റി മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഈ പൊളിക്കുന്ന പയറില്ല അത് തോരൻ വെച്ചതാണ് കേട്ടോ. അപ്പം 2 കറി, അതായത് ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചായക്കുള്ള കറി ഉണ്ടാക്കിയാൽ മതി. ഈ ഒരു മുറം കണ്ടില്ലേ, നല്ല രസമല്ലേ? എനിക്കിത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ട് ഇതെനിക്ക് ആൻറ്റി വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ്. ഇത് 2 വാങ്ങിച്ചുകൊണ്ട് തന്നായിരുന്നു, ഇതും പിന്നെ ഒരു യെല്ലോ കളറും. അപ്പോൾ ഞാൻ ഈ ചെറുപയർ ഓൾറെഡി ഉമ്മിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് താളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വറ്റൽമുളക് പിന്നെ നമ്മുടെ കറിവേപ്പിലയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കടുകൊന്ന് പൊട്ടി വന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ചെറിയുള്ളിയും പിന്നെ ആ വറ്റൽമുളകും കൂടി ഒന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴേക്കും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ.
ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും പിന്നെ ഞാൻ കുറച്ച് മീറ്റ് മസാലയും കൂടി ഇടും. ഓവറായിട്ട് ഇടരുത്, കുറച്ച് ഇട്ടാൽ മതി ഇട്ടാൽ, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഈ ഒരു മസാലയുടെ ഒരു കുത്തലായിരിക്കും കറിക്ക്. അതുകൊണ്ട് കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും, അതായത് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ ആ ഒരു വേവിച്ച് വെച്ചേക്കുന്ന ചെറുപയറുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എനിക്കിങ്ങനെ കുറച്ച് പ്രത്യേകിച്ച് പുട്ടിനും കൂടിയൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചിങ്ങനെ കുഴമ്പായിട്ടിരിക്കുന്നതാണ് കേട്ടോ. തീരെ ഇങ്ങനെ ഡ്രൈ ആവാതെ കുഴമ്പായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളം ഞാനങ്ങനെ ഇറുത്ത് കളഞ്ഞില്ല. പിന്നെ ഇത് നന്നായിട്ട് ഇളക്കി വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കുഴമ്പായിട്ട് വന്നോളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. ആ ഒരു മസാലയും കൂടി ഇട്ടതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഓവറായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുത്തലായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ചാണ് ഇട്ടുള്ളൂ. അപ്പം അതിന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടി ഒന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉമ്മുശാണിൽ കഞ്ഞി ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ, അത് വടിക്കുന്നതാണ് കേട്ടോ. പിന്നെ അത്തച്ചിക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ചോറ്റുപാത്രത്തിലൊക്കെ ആക്കി റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ ചായ ഇത്ര നേരത്തെ കഴിക്കില്ല, ഏകദേശം ഒരു 7:30-8 മണിയൊക്കെ ആയതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ചായ കുടിക്കില്ല. അതുകൊണ്ട് അതായത് ഫുഡ് കഴിക്കില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഉമ്മുശ അത് കൊടുത്തു വിടുകയാണ് കേട്ടോ സാധാരണ ചെയ്യാറ്. അപ്പോൾ നമ്മൾ പുട്ടും ചെറുപയറും ഒരു ചോറ്റുപാത്രത്തിലാക്കി. പിന്നെ ഇതിപ്പോൾ ചോറെടുക്കുന്നതാണ്. പിന്നെ ഇനി ബാക്കി ആ ഒരു പാവയ്ക്ക പുളിച്ചാറും പിന്നെ പയർ തോരനും കൂടി എടുത്തു വെക്കണം കേട്ടോ. അങ്ങനെ ഉമ്മിച്ചെല്ലാം പാക്ക് ചെയ്ത് കൊടുത്ത് അത്തച്ചി പോയിട്ടോ. ഒളിച്ചും പാത്തൊക്കെയാണ് പോയത്. അഫി അതിൻ്റെ ഒരു സങ്കടത്തിലാണ് അത്തച്ചി ഇട്ടിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുതായിട്ട് കരഞ്ഞിട്ടൊക്കെ നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് അലക്കാനിട്ടു കേട്ടോ. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇവന് ഞാൻ പറഞ്ഞല്ലോ ചുമയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്കൻവാടിയിൽ വിട്ടില്ല. പിന്നെ മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം. ഈ മരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് കൊടുത്തിട്ട് അവനോട് പറഞ്ഞു, കൊച്ചിത് മരുന്ന് കുടിക്കണമായിട്ട് കാണിക്കണം ഇതിൻ്റെ അകത്ത്. എന്നിട്ട് ഉമ്മി പെട്ടെന്ന് കയറി വരുമ്പോഴത്തേക്കും കാണുമ്പോൾ കൊച്ചു മരുന്ന് ഫുള്ള് കുടിച്ചില്ലേ. അപ്പോൾ ഇങ്ങനെ പറയാം നമുക്ക്, കണ്ടോ എൻ്റെ കൊച്ചു ഫുള്ള് മരുന്ന് കുടിച്ചു എന്നൊക്കെ നമുക്ക് വീഡിയോയിൽ പറയാം. അതുകൊണ്ട് കൊച്ചിങ്ങനെ ഉമ്മി അറിയാത്ത രീതിയിൽ മരുന്ന് കുടിച്ചതായിട്ട് കാണിക്കണം കേട്ടോ. അതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ, എന്നാലൊക്കെ കുടിക്കുകയുള്ളൂ. അങ്ങനെ അവനാണെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് മരുന്ന് കുടിക്കുന്നതായിട്ട് കാണിക്കുന്നതാണ്. ഭയങ്കര കയ്പ്പാണ് ഗൈസ് എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതില്ലാതെ വേറെ ഒരു വഴിയില്ല. കുറേ ഞാൻ പുറകെ കിടന്നു കേട്ടോ, കുടിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ഉമ്മച്ചി ഒന്ന് പുറകെ കിടന്നു, ഞാൻ ഒന്ന് പുറകെ കിടന്നു, അത്തച്ചി കുറേ നേരം പുറകെ കിടന്നു മടുത്തു. അങ്ങനെ ലാസ്റ്റ് ഈ ഒരു വഴിയിലാണ് പുള്ളി ഒന്ന് വീണത്. അങ്ങനെ ഞാൻ ജസ്റ്റ് അവനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്തതാണ്. എന്തൊക്കെ കഷ്ടപ്പാടാല്ലേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചായ കുടിച്ചു, മറ്റുമിച്ചിക്ക് കൊടുത്തു, പിന്നെ നമ്മളും കൂടെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല കറിയാണെന്ന് ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അഫി വന്നിട്ട് പിച്ചി കഴിക്കുന്നുണ്ട്. അവൻ ആദ്യം ഒന്ന് കഴിച്ചതായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കൂടെ ഇരുന്ന് കുറച്ചുകൂടി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പതിവ് പോലെ തന്നെ ക്ലീനിങ് ആണ് അടുത്ത പരിപാടി. അങ്ങനെ പെരയ്ക്ക ഫുള്ളൊന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടു. പിന്നെ ഇന്നിപ്പോൾ ഉമ്മച്ചി വീട്ടിലുള്ളതുകൊണ്ട് തന്നെ ഒന്ന് തുടയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസമായി നമ്മൾ തുടയ്ക്കാതെ. അപ്പം തുടയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അടുക്കള ഫുള്ള് ക്ലീൻ ചെയ്ത് അവിടെ ഒന്ന് റെഡിയാക്കിയിട്ടു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ തുണിയെല്ലാം ഒന്ന് അലക്കി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പം അത് ഫുള്ളൊന്ന് വിരിച്ചിടണം. പിന്നെ ആ ഒരു ഭാഗത്ത് ഈ സമയത്തൊന്നും അങ്ങനെ വെയിലുണ്ടാവില്ല, രാവിലെ ഒന്നും അങ്ങനെ വെയിലുണ്ടാവില്ല. ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും നല്ല വെയിലായിരിക്കും നമ്മുടെ പുറകുവശത്ത്. പിന്നെ അവിടെ അഴ കെട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ മേളിൽ അങ്ങനെ കൊണ്ടിടാറില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും മഴക്കാലമൊക്കെ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബേബി വരുമ്പം കൊച്ചിൻ്റെയൊക്കെ തുണി ഉണ്ടാവുമല്ലോ, അതൊക്കെ കൊണ്ടിടാനേ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഇപ്പം ഇവിടെ ഈ ഒരു അഴയിൽ തന്നെയാണ് കേട്ടോ തുണി വിരിക്കുന്നത്. അങ്ങനെ അത് ഫുള്ള് വിരിച്ചിട്ടു.
പിന്നെ ഇനിയിപ്പോൾ നമുക്ക് മെയിൻ പരിപാടി പാത്രം കഴുകാണ്. ഇതൊരു വല്ലാത്ത ടാസ്ക് തന്നെയാണ്. എന്തോരം കഴുകിയാലും തീരില്ല. അതെല്ലാ വീട്ടിലും അങ്ങനെ തന്നെയുള്ള. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ അത് പറഞ്ഞപ്പോൾ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ശരിയാണത്, സത്യമാണെന്നൊക്കെ പറഞ്ഞിട്ട്. സത്യമാണ്, നമ്മൾ ചുമ്മാ ഒന്ന് അടുക്കള കയറിയാലും 2-3 പാത്രം എന്തായാലും കഴുകാനാവും. എത്ര കഴുകി വെച്ചാലും പാത്രം കഴുകി ഒഴിഞ്ഞ നേരം ഉണ്ടാവില്ല വീട്ടിൽ. അങ്ങനെ പാത്രം ഫുള്ളൊന്ന് കഴുകി വെച്ചു. പിന്നെ ഇനിയിപ്പം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയാൽ മതി. പിന്നെ പാത്രം കൂടി കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലോണം ക്ഷീണിച്ചിട്ടോ. അപ്പം ഉമ്മച്ചി കഴിഞ്ഞ ദിവസം തൊടുപുഴയ്ക്ക് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് പേരയ്ക്ക വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ പേരയ്ക്ക കഴിക്കാൻ വേണ്ടി. ഇത് അത്ര അങ്ങ് പഴുത്തായിട്ടില്ല കേട്ടോ. ഇതിന് മുമ്പൊക്കെ വാങ്ങിച്ച് നല്ലോണം പഴുത്തായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കഴിച്ചു. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം പേരയ്ക്ക. അപ്പോൾ എപ്പോൾ പോയാലും ഇത് വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. അങ്ങനെ അത് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒരു റീല് ഷൂട്ട് ചെയ്തു കേട്ടോ. ചുമ്മാ ഒരു കണ്ടൻറ്റ് മനസ്സിൽ തോന്നിയപ്പോൾ അങ്ങനെ ചെയ്തതാണ്. ആ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബ് ഷോർട്സിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റിംഗ് ലൈറ്റ് കുറേ നാളായിട്ട് എടുക്കാതെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ കത്തിച്ച് വെച്ച് മറ്റുമിച്ചിയും ഞാനും അതുപോലെ തന്നെ അഫിയും കൂടിയിട്ടുള്ളൊരു റീൽ വീഡിയോ ആയിരുന്നു. ചെറിയൊരു കണ്ടൻറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ സെറ്റ്. അങ്ങനെ അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ പോയി ഫ്രഷായി നമസ്കാരമൊക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് ചോറിനാൻ വേണ്ടിയിട്ട് ആ ഒരു പുളിച്ചാറും അതുപോലെ തന്നെ തോരനും എല്ലാം ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ടയും കൂടെ പൊരിക്കാമെന്ന്. അങ്ങനെ ചെറിയുള്ളിയും അതുപോലെ തന്നെ തേങ്ങയും പിന്നെ പച്ചമുളകും പിന്നെ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അത് ഈ ഒരു മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മുട്ട പൊരിച്ചാൽ. ഇത് ആൻറ്റിയുടെ അടുത്ത് നിന്നാണ് കേട്ടോ ഞാൻ പഠിച്ചത്. ആൻറ്റി ആണെങ്കിൽ ഇങ്ങനെയാണ് മുട്ട പൊരിക്കണത്. പ്രത്യേകിച്ച് ഈ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് പൊരിക്കണത്. അപ്പം നല്ല രുചിയാണ് ഇതിന്. ആ ഒരു തേങ്ങയുടെ ഒക്കെ ഇതുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അങ്ങനെ മുട്ട പൊരിച്ചെടുത്ത് പിന്നെ നമ്മൾ ചോറുണ്ടു. ഇത് സിമ്പിളാണ് കേട്ടോ. നമുക്കറിയാമല്ലോ ആ ഒരു എണ്ണ ഒഴിച്ചതിന് ശേഷം മൊത്തം, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ നോൺ സ്റ്റിക്കിൽ മുട്ട പൊരിക്കുന്നതിനെക്കാട്ടിലും ചീനച്ചട്ടിയിൽ പൊരിക്കുന്നതാണ് ഇഷ്ടം. അതിനൊരു കുറച്ചുകൂടി ടേസ്റ്റ് കൂടുമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മുട്ട പൊരിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും കൂടി ചോറുണ്ട്. പിന്നെ ആ ഒരു സമയത്തിനുള്ളിൽ ഉമ്മച്ചിയാണെങ്കിൽ പെര ഫുള്ളൊന്ന് തുടക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ അഫിയും കൂടിയിട്ടുണ്ടായിരുന്നു. അഫിക്ക് അങ്ങനത്തെ ഉള്ള പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞ് അവരും അപ്പോൾ വന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ചിരുന്ന് ചോറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. അതിച്ചൊരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും വന്നു. പിന്നെ ഇന്ന് നമ്മൾ രാത്രിയിലേക്ക് ഉണക്കക്കപ്പയും കടലയും കൂടെ വേവിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ വാങ്ങിക്കാൻ പോയപ്പോഴേക്കും ഈ മുന്തിരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പച്ചമുന്തിരി എനിക്കിഷ്ടമാണ്. അപ്പം അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ കഴിക്കുന്നതാണ് കേട്ടോ. പിന്നെ കടല വേവിക്കാൻ വെച്ചു. സവോളയും അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ടാണ് കേട്ടോ വേവിക്കാൻ വെച്ചത്. അപ്പോഴേക്കും അത്തിച്ചാണെങ്കിൽ ചിക്കൻ കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ കറി വെക്കുന്നത് അത്തിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ സവോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിരുന്ന് അരിയുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ലിപ്പിങ്സ് എടുത്തത് അഫിയാണ്, അതുകൊണ്ടാണ് അതിങ്ങനെ തുള്ളി കളിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ബാക്കി അത്തിച്ച് കറി വെച്ചോളും. അങ്ങനെ അത് വഴറ്റുന്നുണ്ട്. പിന്നെ ബാക്കി നമസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചെടുത്ത് ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചു. അഫിക്ക് ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് അത് ഫ്രൈ ചെയ്യാൻ വെച്ചു. അപ്പോഴേക്കും കടലയൊക്കെ അത് വെന്ത് റെഡിയായി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കപ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ താളിക്കുന്നതാണ് ഉലുവയും ജീരകവും പിന്നെ നമ്മുടെ കറിവേപ്പില പിന്നെ ചെറിയുള്ളി അതുപോലെ തന്നെ വറ്റൽമുളകും കൂടിയിട്ട് അത് നമ്മുടെ കറി ഒന്ന് ജസ്റ്റ് താളിച്ചെടുക്കുന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കടല ഓൾറെഡി വേവിച്ച് വെച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ കപ്പ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിൽ വെച്ചേക്കുവാണ് കേട്ടോ. പിന്നെ ഇത് നാളത്തേക്ക് അപ്പം ചുടാൻ വേണ്ടി അരി അരച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ കപ്പയും റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് കുറച്ചൊന്നും ഊറ്റി കളഞ്ഞു കേട്ടോ. പിന്നെ ഈ ഒരു കപ്പയും അതുപോലെ തന്നെ കടലയും കൂടി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ.
പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ കപ്പ വേവിക്കാൻ വെച്ചപ്പോഴും അതുപോലെ തന്നെ കടല വേവിക്കാൻ വെച്ചപ്പോഴും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കണക്കിനനുസരിച്ചിട്ട് വേണം ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ചീനച്ചട്ടി വെച്ചു, അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ചെറിയുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. വറ്റൽമുളകില്ല കേട്ടോ, ചെറിയുള്ളി മാത്രം, അതും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കറിവേപ്പിലയും കൂടി ഒന്നിട്ട് മൂപ്പിച്ചെടുത്തു. ഇനി പൊടി ഐറ്റംസ് ഇടുവാണ് കേട്ടോ. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇനി മസാലപ്പൊടിയാണ് കേട്ടോ ഇടാനുള്ളത്. അപ്പോൾ മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ഈ ഒരു മിക്സ് നമ്മുടെ ആ കപ്പയുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു പാത്രം ഈ ഒരു ഗ്യാസിൽ വെച്ചതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കുക കേട്ടോ. അതിനാന്ന് വെച്ചാൽ കുറച്ച് ചിലപ്പോൾ ഒരു വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് കുറച്ച് ഓവറായിട്ട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഒരു സമയത്ത് വറ്റിപ്പൊക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കുന്നത്. അതിനുശേഷം മൂടി മാറ്റിയിട്ട് അതെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോഴേക്കും നമ്മുടെ കപ്പയും കടലയും അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉണക്ക കപ്പയും കടലയും കൂടെ പുഴുങ്ങുന്നത്. ഇങ്ങനെ തന്നെ പുഴുങ്ങുന്നതിനെക്കാട്ടിലും കടലയിട്ട് പുഴുങ്ങുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പുഴുങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ചിക്കൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞത്. നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മുടെ കപ്പയും കടലയും ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ചൊരു വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ അത് മൂടി വെച്ചപ്പോഴേക്കും അത് സെറ്റായി നല്ല കറക്റ്റ് കുഴമ്പ് രൂപത്തിലത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് കുഴമ്പുള്ളതാണ് ഇഷ്ടം. അപ്പോൾ അത് ചാറിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ കപ്പയും കടലയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരം, അതായത് രാത്രി ഇതാണ് കഴിക്കുന്നത്. പിന്നെ അത്യാവശ്യം മാത്രം കുറച്ച് ചോറുണ്ട് കേട്ടോ. കുറച്ച് ചോറുണ്ടാതെ രാത്രി കുറച്ച് ചോറുണ്ടാതെ ഒരു സമാധാനം ഇല്ലാത്തവരുണ്ടല്ലോ, അപ്പോൾ ആ കൂട്ടത്തിൽ പെട്ടതാണ്. അപ്പോൾ അത്യാവശ്യം അത്ര കുറച്ച് ചോറുണ്ട്. ഞങ്ങളെല്ലാവരും ഇതാണ് കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു. ഒരുമിച്ചത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല രുചിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തേതൊരു ചെറിയ വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. until then, take care. ടാറ്റാ.